2025 CBR 250 RR ജപ്പാനിൽ പുറത്തിറക്കി ജാപ്പനീസ് നിർമ്മാതാക്കളായ ഹോണ്ട. ഹോണ്ടയുടെ ഏതൊരു മോഡലിനും രാജ്യത്ത് നിരവധി ആരാധകരാണുള്ളത്, പ്രത്യേകിച്ച് CBR 250 വേരിയന്റുകൾക്ക്. അതുകൊണ്ട് തന്നെ ആരാധകരും ഏറെ ആകാംക്ഷയോടെയാണ് പുത്തൻ മോഡലിന്റെ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുന്നത്. ഹോണ്ട തങ്ങളുടെ പുതിയ മോഡൽ ജാപ്പനീസ് മാർക്കറ്റിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് എന്നാണ് ഈ മോഡൽ എത്തുക എന്നാണ് ഹോണ്ട പ്രേമികളുടെ ചോദ്യം. എന്നാൽ അധികം താമസിയാതെ തന്നെ ഇന്ത്യയിലേക്ക് ഈ മോഡൽ എത്തിക്കാനുള്ള പദ്ധതികൾ ഹോണ്ട ആവിഷ്കരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒറ്റ വേരിയന്റിലാണ് ബൈക്ക് ലഭ്യമാവുക. പുതിയ മാറ്റ് ബുള്ളറ്റ് സിൽവർ, പേൾ ഗ്ലെയർ വൈറ്റ്, ഗ്രാൻഡ് പ്രിക്സ് റെഡ് എന്നിങ്ങനെ ബൈക്കിന് 3 നിറങ്ങളാണ് കമ്പനി നൽകിയിരിക്കുന്നത്. വിലയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഹോണ്ട CBR 250 RRന് 9,02,000 ജാപ്പനീസ് യെന്നാണ് വില വരുന്നത്. അതായത് ഏകദേശം 5.34 ലക്ഷം രൂപ. മാറ്റ് ബുള്ളറ്റ് സിൽവർ, മാറ്റ് ഗ്രേ നിറത്തിൽ വെള്ള നീല ഡെക്കലുകളും നൽകിയിട്ടുണ്ട്. മാറ്റ് ബുള്ളറ്റ് സിൽവർ, മാറ്റ് ഗ്രേ നിറത്തിൽ വെള്ള നീല ഡെക്കലുകൾ നൽകിയിട്ടുണ്ട്. പേൾ ഗ്ലെയർ വൈറ്റ്, ചുവപ്പ് പർപ്പിൾ ഗ്രാഫിക്സുകൾക്കൊപ്പം വെള്ള നിറവും ചേർത്തിരിക്കുന്നത് ലുക്ക് വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഹോണ്ട മോട്ടോർ സൈക്കിൾ ആൻഡ് സ്കൂട്ടർ ഇന്ത്യ തങ്ങളുടെ സ്പോർട്സ് ബൈക്കുകളായ CBR 650R, CB 650R എന്നിവ ഇന്ത്യൻ വിപണിയിൽ വീണ്ടും അവതരിപ്പിച്ചിരുന്നു. 9.20 ലക്ഷം രൂപയാണ് ഹോണ്ട CB 650R മോട്ടോർ സൈക്കിളിന്റെ പ്രാരംഭ എക്സ്ഷോറൂം വില. CBR 650Rന്റെ പ്രാരംഭ വില 9.99 ലക്ഷം രൂപയായാണ് കമ്പനി നിശ്ചയിച്ചിട്ടുള്ളത്. രണ്ടിലും പുതുക്കിയ ഹെഡ്ലാമ്പ്, CB മോഡലിന് പുതിയ ടാങ്ക് എക്സ്റ്റൻഷനുകൾ, CBRൽ ഒരു പുതിയ ഫെയറിംഗ് ഡിസൈൻ, രണ്ടിലും ഷാർപ്പർ ടെയിൽ സെക്ഷൻ എന്നിവയാണ് ശ്രദ്ധേയമായ അപ്ഡേറ്റുകൾ. കാൻഡി ക്രോസ്മോഫിയർ റെഡ്, മാറ്റ് ഗൺ പൗഡർ ബ്ലാക്ക് മെറ്റാലിക് എന്നിങ്ങനെ 2 നിറങ്ങളിൽ CB 650R ലഭ്യമാണ്. ഗ്രാൻഡ് പ്രിക്സ് റെഡ്, മാറ്റ് ഗൺ പൗഡർ ബ്ലാക്ക് മെറ്റാലിക് എന്നിങ്ങനെ 2 നിറങ്ങളിൽ CBR 650R സ്വന്തമാക്കാം. ഈ 2 മോട്ടോർ സൈക്കിളുകൾക്കും ഒരേ 649cc എഞ്ചിനാണ് തുടിപ്പേകുക. 95 bhp പവറും 63 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലാണ് എഞ്ചിൻ ട്യൂൺ ചെയ്തിരിക്കുന്നത്. ബൈക്കുകളുടെ യൂറോപ്യൻ സ്പെക്കുകൾക്കും ഇതേ മോട്ടോർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ മോഡലിൽ ഈ എഞ്ചിന്റെ പവർ ഔട്ട്പുട്ടിൽ ചെറിയ മാറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ ബൈക്കിന് കൂടുതൽ ഇന്ധനക്ഷമത ലഭിക്കും. പവർ അല്പം കുറയുന്നു എന്നതല്ലാതെ ഹോണ്ട ഈ ബൈക്കുകളുടെ മെക്കാനിക്കൽ വശങ്ങളിൽ മാറ്റങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടില്ല. ട്വിൻ റേഡിയലി മൗണ്ടഡ് 310 mm ഫ്രണ്ട് ഡിസ്കുകളും 240 mm സിംഗിൾ റിയർ ഡിസ്കും ബ്രേക്കിംഗ് ഡ്യൂട്ടി ചെയ്യുന്നു. ഡ്യുവൽ ചാനൽ ABS സ്റ്റാൻഡേർഡ് ആണ്. 2 മോട്ടോർ സൈക്കിളുകൾക്കും 5 ഇഞ്ച് TFT ഡിസ്പ്ലേ ലഭിക്കും. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി പിന്തുണയുള്ള ഡിസ്പ്ലേ ആണിത്. കമ്പനിയുടെ റോഡ് സിംഗ് ആപ്പിന്റെ സഹായത്തോടെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ആപ്പുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടോർ സൈക്കിളിന്റെ നിരവധി വിവരങ്ങൾ കാണാൻ കഴിയും. ഫോൺ കോളുകൾ, മെസ്സേജുകൾ, ഫോൺ സിഗ്നലുകൾ തുടങ്ങിയ അലേർട്ടുകളും ലഭിക്കുന്നതായിരിക്കും.